ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീഹരിയും ഒരു നിഴനാരായണീയം. ദശകം 75. കംസവധം. കംസവൃത്തം ഇടിക്കുമ്പോൾ പെരുമ്പറകൾ മുഴങ്ങി മല്ലയുദ്ധം നടക്കുവാൻ സമയമായി. രാമനൊത്തു കൃഷ്ണനെത്തി കുവലയ പീഠമെന്ന കൊമ്പനാന കാവൽ നിൽക്കും പടിവാതിൽക്കൽ. മഹാപാപി വഴി മാറൂ കണ്ണൻ ചൊല്ലി പാപ്പാനോട്, മഹാഗജം മുന്നോട്ടഞ്ഞു നിന്നെ പിടിക്കാൻ. ഗോപീജന കുചകുംഭ സമമായ മസ്തകത്തിൽ ഗോകുലേശൻ ആഞ്ഞടിച്ചു ആന തളർന്നു. ആനയ്ക്കു ചുറ്റിലുമായി ഓടിക്കളിച്ചോരാ കണ്ണൻ ജീവനോടെ കൊമ്പുകളെ പറിച്ചെടുത്തു. കൊമ്പിലുള്ള മുത്തെടുത്തു സീതാമാവിനോടു ചൊല്ലി, രാധയ്ക്കിരു മാലയാക്കി കൊടുത്തിടേണം. ആനക്കൊമ്പു തോളിലേറ്റി ഏട്ടനോടു മൊത്തു കണ്ണൻ ആനന്ദത്തോടരംഗത്തെ ആണഞ്ഞ നേരം. നന്ദനോ യശോദയോ നൽ ഗോപികളോ ഭാഗ്യം ചെയ്തു, നമ്മൾ തന്നെ പുണ്യം ചെയ്തു ചൊല്ലി ജനങ്ങൾ. സർവവ്യാപിയായിട്ടുള്ള പരമാനന്ദ ബ്രഹ്മമാം സർവേശ്വരൻ ഗോപമധ്യേ വിളങ്ങിയപ്പോൾ മധുരയിലെ ജനങ്ങൾ മധുരമായി പാടിയല്ലോ മരതകവർണ്ണാനിന്റെ ബാലലീലകൾ. കംസൻ തന്റെ നിയോഗത്താൽ ചാണൂരനോ കണ്ണനോടും മുഷ്ടികനോ രാമനോടും യുദ്ധം തുടങ്ങി. ചാണൂരനോ പലവട്ടം മുക്തി തേടി നിന്നിൽ നിന്നും, ചാരുകളെ വരാ നിന്റെ യുദ്ധം കെങ്കേമം. നല്ലവരാ മുന്നികളെ മല്ലന്മാരടിച്ചിടുമ്പോൾ വല്ലാതെയായി ജനം പിന്നെ മെല്ലെ കരഞ്ഞു. കല്ലു തോൽക്കും മല്ലന്മാരെ കാലുകളിൽ പിടിച്ചിട്ടു കല്ലിലാഞ്ഞു അടിച്ചല്ലോ രാമകൃഷ്ണന്മാർ. അടുത്തുയർന്ന മഞ്ചത്തിലിരിക്കും കംസന്റെ ചാരി അരവിന്ദ നയനനം കണ്ണനണഞ്ഞു. അഗ്നിയിലേക്കുയരുന്ന ഗരുഡനെ പോലെ ഭവാൻ അരചനെ പിടികൂടി ബലാൽക്കാരേണ. കംസനെ തള്ളി വീഴ്ത്തിനാൻ മാറിയിലേക്കു ചാടി കണ്ണൻ. മരണസമയത്തു പുണ്യദർശനം നൽകി. കംസാരിക്കു പുഷ്പമഴ തീർത്തുവല്ലോ ദേവജനം. കംസനികി സായുജ്യമാം മുക്തി ഭഗവാൻ. കംസ സോദരരെ കൊന്നു അച്ഛനമ്മമാരെ കണ്ടു. ഉഗ്രസേനൻ തന്നെ രാജാവാക്കി ഭഗവാൻ. ഭക്തോത്തമനാകുന്നോരാ ഉദ്ധവനെ സുഹൃത്താക്കി മോദത്തോടെ വാണരുളും ദേവാ കാക്കേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.